ഹായ് ഗായ്സ്, അപ്പൊ ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഈ 5000 രൂപ. 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ. എനിക്ക് നിങ്ങളുടെ നല്ലതും എനിക്ക് കുറച്ച് പുണ്യം കിട്ടിയാൽ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, തെറി വിളിക്കുന്നവർ ഇതൊക്കെ ചെയ്യുന്നവന്മാർ എങ്ങനെയുള്ളവരാന്നുള്ളത്. ഇവന്മാർക്ക് എന്നെ നെഗറ്റീവ് പറയാൻ വേണ്ടി ഒന്നുമില്ല. പിന്നെ ഞാൻ ചെയ്യുന്ന സഹായങ്ങൾ കാണിക്കാനും റീച്ചിനും വേണ്ടിയെന്നാണ് ഇവന്മാർ പറയുന്നത്. ആയിക്കോട്ടെ, നമ്മൾ കാണിക്കാതെ ചെയ്യുന്നുണ്ട്, തേങ്ങ ചെയ്യുന്നുണ്ട് നീയൊക്കെ. അല്ല, കാണിക്കാതെ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമുക്ക് സഹായിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ വല്ല ഉണ്ടെങ്കിലല്ലേ നമുക്ക് മറ്റൊരാളെ സഹായിക്കാൻ പറ്റൂ. എൻ്റെ കയ്യിൽ 10 രൂപ ഉണ്ടെങ്കിലല്ലേ അത് 8 രൂപ അല്ലേ പോട്ടെ, ഒരു 2 രൂപയെങ്കിലും എടുത്ത് കൊടുക്കാൻ പറ്റൂ. എൻ്റെ കയ്യിൽ 10 രൂപ ഇല്ല, അതാണ് എൻ്റെ പ്രശ്നം. ഞാൻ ഒരു രൂപ കൊണ്ട് സൂപ്പിയിൽ എൻ്റെ സ്വന്തം ഗെയിമായി ലൂഡോ കളിച്ച് ലക്ഷങ്ങളുണ്ടാക്കി നോക്കൂ. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും ഞാൻ കടന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം വല്ലതും നോക്കണ്ട, ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. അതോടൊപ്പം ഒരുപാട് പേരെന്നോട് പറയുന്നുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന്. ഈ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ അപ്പുറത്ത് ഒരു ബെല്ലിൻ്റെ പടമുണ്ട്. നിങ്ങൾ ആ ബെല്ലൈക്കണിൽ ഒന്ന് കിണുകിണ് അടിച്ചു വെക്കുക. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നേരെ വന്ന് ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിലേക്ക് വന്നിട്ട് എന്തെങ്കിലും ഒരു കമൻറ്റായിട്ട് ഇടുക. കുറഞ്ഞ പക്ഷേ ഇങ്ങനെ ഒരു ലൈക്ക് കമൻറ്റായിട്ട് ഇടുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹൃദയം കമൻറ്റായിട്ട് ഇടുക. ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് അത് വളരെയധികം നമ്മളെ സഹായിക്കും. നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കാൻ ഞാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് വെമ്പൽ കൊണ്ട് കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ കമൻറ്റുകൾക്കും ഞാൻ റിപ്ലൈ തരും. അപ്പോൾ കമൻറ്റ് ബോക്സിൽ നല്ലൊരു കമൻറ്റുമായിട്ട് നല്ല ഹൃദയങ്ങളെല്ലാവരും വരും. ഇനി നമ്മൾ കൂടുതൽ ലാഗടിപ്പിക്കുന്നില്ല, നേരെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബിലെ 2 വൈറൽ താരങ്ങൾ തമ്മിൽ കൊമ്പ് കോർത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കൊമ്പ് കോർത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അർജുനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാവരും ട്രോളി റോസ്റ്റ് ഹിറ്റായി വന്ന അർജു പല തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ എടുത്തിട്ട് ട്രോളി. ഗിവ് അവേ ഇൻഫ്ലുവൻസേഴ്സ്, പിന്നെന്തായിരുന്നു, അങ്ങനെ കുറേ ഇൻഫ്ലുവൻസേഴ്സിനെ എടുത്തിട്ട് ട്രോളി. അതിൽ ഗിവ് അവേ ചെയ്ത ഗിവ് അവേ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ആരെയാണ്? ജിജോ തമ്പി, പുള്ളിയുടെ പേര് കറക്റ്റായിട്ട് ഓർമ്മയില്ല, പുള്ളി. അപ്പോൾ ഇവർ തമ്മിലാണ് ഇപ്പോൾ വള്ളി പിടിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് അർജു ചെയ്ത സാധനം ഒന്ന് കാണാം. ഹായ് ഗായ്സ്, അപ്പൊ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗീവ്. എന്താണ് നീ കാണിക്കുന്നത്? വ്യൂസ് കൊണ്ടേ ചെയ്. ഹായ് ഗായ്സ്, അപ്പൊ ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഈ 5000 രൂപ. 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ. എടാ ഭയങ്കര വൃത്തി, അങ്ങനെ കാണിക്കല്ലേ നീ. എടാ നീ കോപ്രായം കാണിക്കാന്ന് വിചാരിക്കും ആൾക്കാർ. എനിക്കൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എനിക്ക് നിങ്ങളുടെ നല്ലതും എനിക്ക് കുറച്ച് പുണ്യം കിട്ടിയാൽ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോജി തമ്പി പുള്ളി ഫുള്ള് ഗിവ് അവേ സാധനങ്ങളാണ് കൊടുക്കുന്നത്. പുള്ളിയുടെ കണ്ടന്റ് മൊത്തം ഗിവ് അവേ ആണ്. അതോടൊപ്പം തന്നെ പുള്ളി ഈ സാധനം പറയുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി, പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി 5 പൈസയുടെ ചിലവില്ലാതെ ഒരു കമൻറ്റ് മാത്രം ഇട്ടാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടി എന്നൊക്കെ പറയുന്നുണ്ട്. ആ സാധനത്തിനാണ് ഈ ട്രോളിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പുള്ളി കുറേ നന്മ പ്രവർത്തികൾ ചെയ്യുന്ന വീഡിയോസും വരുന്നുണ്ട്. പാവപ്പെട്ട ഒരാളെ വൃദ്ധസദനത്തിലെത്തിക്കുക, പാവപ്പെട്ട ആൾക്കാർക്ക് പൈസ കൊടുക്കുക, എല്ലാം നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. അതിനെയാണ് ഈ ചേട്ടന്മാർ ഇപ്പോൾ ട്രോളിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സ്പോൺസേഴ്സ് 7 ലക്ഷം രൂപ ഫോളോവേഴ്സ്, അത് മതി. എനിക്ക് വേറൊന്നും വേണ്ട. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതൊക്കെ. എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം മതി. എനിക്ക് സ്പോൺസേഴ്സ് തരുന്ന പൈസയും പിന്നെ കുറച്ച് പ്രൊമോഷൻ, ഇത് മതി എനിക്ക്. എനിക്കും ഏതെങ്കിലും സ്പോൺസേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ചെറിയ തുകയ്ക്ക് പരസ്യം ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യുക, അത് ചെയ്യുക. അപ്പോൾ കണ്ടന്റ് എഴുതി തന്നാൽ മതി. അങ്ങനെ കുറേ ഇൻഫ്ലുവൻസർമാരുണ്ട്. ആ ഇൻഫ്ലുവൻസർമാർക്കെല്ലാം കൊള്ളുന്ന രീതിയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ സാധനം ചെയ്യാൻ ഇവർക്ക് അർഹതയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിലേക്ക് നമുക്ക് വരാട്ടാ. So guys, ഈ 5000 രൂപ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ചെറിയ കുറച്ച് കാര്യങ്ങളോട്, വളരെ ചെറിയ കുറച്ച് കാര്യങ്ങളോട് നിങ്ങൾ എൻ്റെ അക്കൗണ്ടും യവൻ്റെ അക്കൗണ്ടും ഫോളോ ചെയ്യണം. വാപ്പാടെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ വാപ്പക്ക് വിഷമോ? യവൻ്റെ വാപ്പയാണ്. അപ്പൊ എന്റെ അച്ഛൻ്റെ അക്കൗണ്ടാ? അപ്പൊ നിന്റെ അച്ഛൻ്റെ അക്കൗണ്ട്? എൻ്റെ അച്ഛൻ്റെ അക്കൗണ്ട്. എടാ അപ്പം അമ്മക്ക് വിഷമോടാ, മാമിക്ക് വിഷമം. ഇവന്റെ മാമീനെ, എന്റെ മാമീനെ. എടാ നമ്മൾ ബ്രാൻഡ് പാർട്ണർ 5000 രൂപ കൊടുക്കുന്നില്ല പാവം. അപ്പൊ മൊത്തം നിങ്ങൾ 24 അക്കൗണ്ട് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് ഈ 5000 രൂപ ഞങ്ങള് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുതരും. ഈ ഗിവ് അവയ്ക്കകത്ത് പങ്കെടുത്തിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗിവ് അവ കിട്ടിയിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ ജോജി തമ്പി അദ്ദേഹത്തിൻ്റെ ഒരുമാതിരി എല്ലാ സാധനത്തിനും ഞാൻ പങ്കെടുത്തുകൊണ്ടിരുന്നാൽ എനിക്കൊരു കിണ്ടിയും കിട്ടിയിട്ടില്ല.
ഭാഗ്യം നമ്മുടെ കൂടെ ഒച്ചടയുന്നത് പോലെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും നമുക്ക് കിട്ടാത്തത്. സ്പീഡി റോക്കറ്റ് പോലെ പോകുന്നവർക്കൊക്കെ കിട്ടുന്നുണ്ടെന്നാണ് നമ്മൾ അറിയുന്നത്. ഈ ഗിവ് അവേ ചെയ്യുന്ന ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഇവരുടെയൊക്കെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണം, എൻ്റെ കൊച്ചച്ഛനെ ഫോളോ ചെയ്യണം, എൻ്റെ ഇളയച്ചനെ ഫോളോ ചെയ്യണം, നമുക്ക് ഈ വണ്ടി തന്ന അല്ലെങ്കിൽ ഈ സ്പോൺസർ ചെയ്ത് അയാളെ ഫോളോ ചെയ്യണം, അയാളുടെ കുഞ്ഞമ്മേനെ ഫോളോ ചെയ്യണം, അവൻ്റെ അപ്പുറത്തെ വീടിൻ്റെ അപ്പുറത്തുള്ളവനെ ഫോളോ ചെയ്യണം, അതിലൂടെ പോകുന്ന അവനെ ഫോളോ ചെയ്യണം. ഇങ്ങനെ ഇവർ കുറേ ഫോളോവേഴ്സ് നമ്മളെ പറയും. അതേപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടൂ എന്ന് പറയും. ഞാൻ ഇവിടെ കിടന്ന് പറയുന്നില്ല, പക്ഷേ അവർക്ക് കമൻറ്റ് കിട്ടും, നമുക്ക് തുച്ഛമായ കമൻറ്റുകളെ കിട്ടുന്നുള്ളൂ. വലിയ കമൻറ്റുകൾ നിങ്ങൾ ഇടുക. ആ സാധനത്തിനൊക്കെയാണ് ഇവർ ട്രോൾ ചെയ്ത് ബാക്കി കാണാം. അതെ, ഒരു 100 കമന്റ് വെച്ച് നിങ്ങളെ ഇടുക. നിങ്ങൾ 2000 കമന്റ് ഇട്ടാൽ നിങ്ങൾക്ക് 2000 ചാൻസ് ഉണ്ട് കിട്ടാൻ. നിങ്ങൾ 10,000 കമന്റ് നിങ്ങൾക്ക് 10,000 ചാൻസ് ഉണ്ട് കിട്ടാൻ. നിങ്ങളപ്പം നിങ്ങളെ എല്ലാവരുടെ അക്കൗണ്ടിൽ നിന്ന് എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്കൊന്നും കിട്ടിയിട്ടല്ല. അതെ, 25 അക്കൗണ്ട് മെൻഷൻ ചെയ്യുക. ഓക്കെ. ഇതാണ് അവരുടെ ഒരു റോസ്റ്റിംഗ് വീഡിയോ വന്നത്. ഈ റോസ്റ്റിംഗ് വീഡിയോ വന്നപ്പോഴത്തേനും പലരും ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും നമ്മുടെ ഗിവ് അവേയുടെ താരത്തെ കയറിയെങ്കിൽ ചൊറിഞ്ഞു. അപ്പോൾ പുള്ളി സ്വാഭാവികമായിട്ട് അതിന് പ്രതികരിക്കേണ്ടി വന്നു. പുള്ളി പ്രതികരിച്ച രീതി നമുക്കതിൽ നിന്ന് കണ്ടു നോക്കാം. ഞാൻ ലഹരിക്കെതിരെ എന്ന് പ്രതികരിക്കാൻ തുടങ്ങിയ അന്ന് തൊട്ട് എനിക്ക് പല രീതിയിലുള്ള ഭീഷണികളും 3-4 പേജുകളിൽ എനിക്കെതിരെയുള്ള ട്രോളും ആ കമന്റ് ബോക്സിൽ നല്ല തെറിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത് ലഹരിക്കെതിരെ പ്രതികരിച്ചുകൊണ്ടൊന്നുമല്ല, അത് വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഓൾറെഡി താങ്കളോടൊരു അസൂയുണ്ട്. കാരണം എപ്പോഴും ടോപ്പിൽ നിൽക്കുന്ന ആളോട് താഴെ നിൽക്കുന്ന ആൾക്കൊരു കുശുമ്പ് കാണും. അപ്പോൾ അയാളെ വലിച്ചിടാൻ ശ്രമിക്കും. സ്വാഭാവികമായിട്ട് സംഭവിക്കും. അങ്ങനെ അസൂയ, അല്ലാതെ ലഹരിക്കെതിരെ എന്നുകൊണ്ടൊന്നുമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ അർത്ഥം ഇവന്മാരൊക്കെ ലഹരിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അങ്ങനെ ഒന്നും പറയേണ്ട കാര്യമില്ല. അതൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ തെറി വിളിക്കുന്നവർ ഇതൊക്കെ ചെയ്യുന്നവന്മാർ എങ്ങനെയുള്ളവരാന്നുള്ളത്. ഇവന്മാർക്ക് എന്നെ നെഗറ്റീവ് പറയാൻ വേണ്ടി ഒന്നുമില്ല, പിന്നെ ഞാൻ ചെയ്യുന്ന സഹായങ്ങൾ കാണിക്കാനും റീച്ചിനും വേണ്ടിയെന്നാണ് ഇവന്മാർ പറയുന്നത്. ആയിക്കോട്ടെ, അതെ, കാണിക്കുന്ന സാധനങ്ങൾ റീച്ചിന് വേണ്ടി തന്നെയാണ്. റീച്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുള്ളിക്ക് അത് വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യേണ്ട കാര്യമില്ല. പുള്ളിക്ക് ഈ പറയുന്ന പോലെ വന്ന് നിങ്ങളെന്നെ ഫോളോ ചെയ്യണമെന്നും പറയേണ്ട കാര്യമില്ല. ഈ നന്മ പ്രവർത്തികൾ ചെയ്തിട്ട് അത് വീഡിയോ ഉണ്ടാക്കി BGM കയറ്റിയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കേണ്ട കാര്യമില്ല. റീച്ചിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. അതിലെന്താണ് തെറ്റ്? അയാൾ വർക്ക് ചെയ്യുന്ന അയാൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ അയാളുടെ സോഷ്യൽ മീഡിയ കണ്ടന്റ് ഹിറ്റ് ആക്കുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെയല്ലേ വേണ്ടത്. ഇപ്പം ഞാൻ വീഡിയോ ഇടുന്ന പുണ്യം കിട്ടാനാണോ? പുണ്യത്തോടൊപ്പം തന്നെ എനിക്ക് റീച്ച് ഉണ്ടാകുക, എനിക്ക് ലൈക്ക് കിട്ടുക, എനിക്ക് ദമ്പടി കിട്ടുക എന്നൊരു ഉദ്ദേശമേ അതിൻ്റെ പിന്നിലുണ്ട്. ഇത് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഇല്ല ഞാൻ നന്മയ്ക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുമാണ് ചെയ്യുന്നതെന്ന് ഒരുത്തം പറയുന്നുണ്ടെങ്കിൽ അവൻ ഫ്രോഡാണ്. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൂടെ ഗുണം വേണ്ടേ? അത് തന്നെയാണ് സാധനം. ഇതേ റീച്ചിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. അതിലെന്താണ് പ്രശ്നം? റീച്ചിന് വേണ്ടി ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ ആർക്കെങ്കിലും ഒരാൾക്കൊരു ഉപകാരം കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു സാധനമല്ലേ? അങ്ങനെ ചിന്തിക്കാത്ത എന്താണ്? വേണ്ടിയാണെങ്കിൽ ഞാൻ ചെയ്യുന്നില്ലേ? ഏറ്റവും ഡിസേർവിംഗ് ആയുള്ള ഒരു കുട്ടി ഞാൻ ഡോക്ടറിന് പഠിപ്പിക്കുന്നില്ലേ? എടാ 1-2 രൂപ പോരാ, 10-50 ലക്ഷം രൂപയ്ക്ക് മേളിൽ വേണത്. അതുപോലെ കേരളത്തിൽ 50 ലക്ഷം രൂപ കൊടുത്ത് ഡോക്ടറെ പഠിപ്പിക്കുന്നു. എന്നെ ഒന്നും പഠിപ്പിക്കാൻ ആരുമില്ല എന്നിട്ട് ഗവൺമെൻറ്റിന് പോലും വേണ്ടാത്ത ഗവൺമെൻറ് സ്കൂളിലൊക്കെയാണ് ഞാൻ പഠിച്ചു വന്നത്. ഇതേപോലൊരു നന്മമരം എനിക്കുണ്ടായിരുന്ന ഞാനിപ്പോൾ ഒരു ഡോക്ടറായിട്ട് നിങ്ങളുടെ മുമ്പിൽ, ഡോക്ടറായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കേണ്ടതാണ്. ഡോക്ടർ എന്ന് പറഞ്ഞാൽ അർത്ഥം മാറില്ലേ? ദുരന്തം ഉണ്ടായപ്പോൾ ഞാൻ സ്വന്തം വണ്ടി വിട്ടുകൊടുത്തില്ലേ? അതുപോലെ ഒരു ദുരന്തം ഉണ്ടായാലും ഉണ്ടാവാതിരിക്കട്ടെ, എല്ലാ സജ്ജീകരണങ്ങളും കൂടി ഞങ്ങളൊരു വണ്ടി ലക്ഷങ്ങൾ മുടക്കി കേരളത്തിന് വേണ്ടി പണിയിറക്കിയില്ലേ? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കാണിച്ചും കാണിക്കാതെ എല്ലാം ചെയ്തേക്കുന്നു. എടാ, ഈ കുറ്റം പറയാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തിട്ടാണ് ഈ പറയുന്നെങ്കിൽ അതിനൊരു അന്തസ്സുണ്ട്. അപ്പൊ നീ ഒറ്റ വേണ്ടി പറയും ഞങ്ങൾ കാണിക്കാതെ ചെയ്യുന്നുണ്ട്, തേങ്ങ ചെയ്യുന്നുണ്ട്. നീയൊക്കെ അല്ല, കാണിക്കാതെ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഫസ്റ്റ് ഓഫ് ഓൾ താങ്കൾ എനിക്ക് ചെയ്യണമെന്ന് ആത്മാർത്ഥമായ ഉള്ളിൽ നിന്നുള്ള ആഗ്രഹമുണ്ട്. ഞാൻ നെഗറ്റീവ് പറയുന്ന ഒരാളല്ല കേട്ടോ. ഞാൻ പുള്ളിയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പുള്ളിനെ ഫോളോ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ഞാനുണ്ട്. പുള്ളിയുടെ കമൻറ്റുകളിലൊക്കെ ഞാൻ പിടിച്ച് മെൻഷൻ ചെയ്യാറുണ്ട്. എനിക്ക് ഇദ്ദേഹത്തെ താല്പര്യമാണ്. അപ്പം ഞാൻ നെഗറ്റീവ് പറയുന്നവരുടെ വശത്തു നിന്ന് പറയുകയാണ്. നമുക്ക് സഹായിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ നമ്മുടെ കയ്യിൽ വല്ലതും ഉണ്ടെങ്കിലല്ലേ നമുക്ക് മറ്റൊരാളെ സഹായിക്കാൻ പറ്റൂ. എൻ്റെ കയ്യിൽ 10 രൂപ ഉണ്ടെങ്കിലല്ലേ അത് 8 രൂപ അല്ലേ പോട്ടെ, ഒരു 2 രൂപയെങ്കിലും എടുത്ത് കൊടുക്കാൻ പറ്റൂ. എൻ്റെ കയ്യിൽ 10 രൂപ ഇല്ല, അതാണ് എൻ്റെ പ്രശ്നം. എൻ്റെ കയ്യിലും കാണും പൈസ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പൊന്നടാവേ. ചുമ്മാ ഒന്നിങ്ങനെ ഫോൺ അടിക്കാൻ എല്ലാവർക്കും പറ്റും, അത് ചെയ്ത് കാണിക്കാനാ പാട്. എടാ, പിന്നീട് നീക്ക് കുറ്റം പറഞ്ഞ ഗീവയുടെ കാര്യമില്ല. എടാ, എന്റെ സ്വന്തം വണ്ടി ഗീവവേ കൊടുത്തിട്ടാണ് ഞാൻ കേരളത്തിൽ ഗീവവേ ട്രെൻഡ് ആക്കി എടുത്തത്. എടാ, അത് കറക്റ്റാണ്. ഈ പുള്ളിയാണ് ഗിവ് അവേ എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ച ട്രെൻഡാക്കി മാറിയത്. ഇപ്പോൾ ഇതിൻ്റെ വാല പിടിച്ച് പലരും ഗിവ് അവേ എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. തെറ്റല്ല, ഒരിക്കലും തെറ്റല്ല. ലോട്ടറി വിൽക്കുന്നവർ ലോട്ടറി വിറ്റ് പണം ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ ഇവർ എന്തെങ്കിലും ഒരു സാധനം ഗിവ് അവേ നിങ്ങൾക്ക് തരുന്നു. അതിലൂടെ ഇവർക്ക് ഗിവ് അവേ കൊടുക്കുന്ന ആൾക്ക് പരസ്യം കിട്ടും, അവരുടെ പേജിന് റീച്ച് കിട്ടും, അവർക്ക് ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടാവും, ഇവർക്ക് ലാഭം ഉണ്ടാവും. ഈ ഗിവ് അവേ ചെയ്യുന്നതിന് തീർച്ചയായിട്ടും ഇവർക്ക് പൈസ കിട്ടുന്നുണ്ടാവും. അതിനിപ്പോൾ എന്താ? ഞാൻ നിങ്ങൾക്ക് സാധനങ്ങൾ തരണം, പക്ഷേ എനിക്ക് 5 പൈസ കിട്ടില്ല, നിങ്ങൾക്ക് സാധനം കിട്ടും.
അതല്ലല്ലോ എൻ്റെ രീതി. പുള്ളിക്കും കിട്ടണം, നമുക്കും കിട്ടണം. പുള്ളി അങ്ങനല്ലേ ചെയ്യുന്നത്. അതിനകത്ത് എന്താ തെറ്റ്? ഇപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഗിവ് അവേ തന്ന് എനിക്ക് റീച്ച് കൂട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ പാണ്ടിപ്പടയ്ക്കകത്ത് പറയുന്ന പോലെ പുറത്തിറങ്ങി നിന്നാൽ ഇട്ടിരിക്കുന്ന സാധനം കൂടി ഊരിത്തരാനുള്ള നിവൃത്തി എനിക്കുള്ളൂ. അതാരും എടുക്കാത്തതുകൊണ്ട് നമ്മളത് ഗിവ് അവേ കൊടുക്കുന്നില്ല. ഇന്ത്യയിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിവ് അവേസ് പലർക്കും വേണ്ടി, പല ബ്രാൻഡിന് വേണ്ടി ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എടാ, ഇത് ചെയ്യാൻ നമ്മളുള്ളത് കൊണ്ടല്ലേ പല ബ്രാൻഡുകൾ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിവ് അവേസ് നമ്മളിവിടെ കൊടുക്കുന്നത്. എടാ, നിന്റെയൊക്കെ ഈ സോക്കേട് കാരണമാണ് ഞാൻ ഇപ്പൊ എന്റെ പേജ് ഫോളോ ചെയ്യാൻ പറയുന്നത്, ബ്രാൻഡ് പാർട്ണേഴ്സിന്റെ പേജ് മാത്രം ഫോളോ ചെയ്യാൻ പറയുന്നത്. അതൊരു നല്ല കാര്യമാണ്. ഒരാളെ ഫോളോ ചെയ്യാൻ നമുക്ക് കുറഞ്ഞു കിട്ടി. നേരത്തെ ഒരു 135 പേരെ ഫോളോ ചെയ്തിട്ട് നമുക്ക് ആ സാധനം കിട്ടിയില്ലെന്ന് അറിയുമ്പോഴത്തേന് ആ 135 എണ്ണത്തിൽ നിന്ന് 134 എണ്ണത്തെ അൺഫോളോ ചെയ്യുന്ന സുഹൃത്തുക്കൾ എനിക്കുണ്ടായിരുന്നു. ഞാനല്ല കേട്ടോ, അങ്ങനെ ചിലരുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ഈ പറയുന്ന പോലെ എന്നെ ഫോളോ ചെയ്യണമെന്ന് പറയാറില്ല. കാരണം അദ്ദേഹം വലിയൊരു റീച്ചിലേക്ക് എത്തി. അദ്ദേഹത്തിൻ്റെ മുഖം ഫെമിലിയറായി, അദ്ദേഹം ഒരു റീച്ചിലെത്തി. ഇനിയിപ്പോൾ ഫോളോ ചെയ്യണമെന്ന് പറയേണ്ട കാര്യമില്ല, ഈ ഫോളോവേഴ്സ് കൂടിക്കോളും. എടാ, ഈ ഗീവ് അവേസ് കിട്ടി എത്രയോ പേരുടെ ജീവിതമാണ് മാറി പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ഗീവ് അവേ ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ക്യാഷിന്റെ ഭൂരിഭാഗവും ഞാൻ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ആരുടെയും കുടുംബസ്വത്തല്ല. ആർക്കും ആരും കുറ്റം പറയാം, ആർക്കും ആരെയും ട്രോളാം. പക്ഷെ ആ ചെയ്യുന്നതിന് ഒരു എത്തിക്സ് വേണം. എടാ, ഞാൻ ഈ ലഹരിക്കെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴല്ലേ നിന്റെ ഈ കുരു പൊട്ടം തുടങ്ങിയത്. ഇതാണ് എനിക്കിഷ്ടമില്ലാത്ത. ആ ലഹരിയുടെ സീനൊന്നും അല്ലത്. ഇപ്പോൾ അർജു പ്രതികരിച്ചാണെങ്കിൽ ഇത് ലഹരിയുടെ സീനൊന്നും അല്ല. പുള്ളിക്ക് അതൊരു കണ്ടന്റ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ലഹരിക്കെതിരെ പ്രതികരിച്ചതിന് അപ്പോൾ ആ ലഹരി ഉപയോഗിക്കുന്നവരല്ലേ അങ്ങനെ പ്രതികരിക്കത്തുള്ളൂ. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. അത് പുള്ളി ഒരു റീച്ചിന് വേണ്ടി പുള്ളി വീണ്ടും ഇച്ചിരി പഠിപ്പൊന്നും ഇട്ടതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക. ഇനിയും പറയും, ഇനിയും പ്രതികരിക്കും. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ഞാൻ ചെയ്യും. ഇതൊക്കെ അടിച്ചു കയറ്റി പലരുടെയും കമന്റ് ബോക്സ് നീയൊക്കെ തെറി വിളിക്കുമ്പോൾ എനിക്ക് നിന്നെ ഒന്നും തിരിച്ച് തെറി പറയാൻ അറിയാത്തോണ്ടല്ല. നിന്നെക്കാട്ടിലൊക്കെ നല്ല പച്ച തെറി എനിക്ക് വിളിക്കാനും അറിയാം. തെറി മാത്രമല്ല, പലതും ചെയ്യാൻ അറിയാം. അരുതബു, അരുത്, അങ്ങനെ ചെയ്യരുത്. എന്റെ വീട്ടുകാരെ പറഞ്ഞവന്മാരുടെയൊക്കെ ഇൻബോക്സിൽ പോയിട്ട് നല്ല പച്ച തെറി ഞാൻ വിളിച്ചിട്ടുണ്ട്. എനിക്ക് അതിലൊന്നും ഒരു മടിയില്ല, ഒരു പേടിയില്ല. പിന്നെ ഞാൻ ചിലരൊക്കെ അറിഞ്ഞുകൊണ്ട് കണ്ടില്ല എന്ന് വെക്കുന്നതാണ്. പിന്നെ ഈ നെഗറ്റീവ് പറഞ്ഞ് ഈ തെറി വിളിക്കുന്നവരെ ഞാൻ ബ്ലോക്ക് ആക്കാൻ വേണമെന്നില്ല. ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് അറ്റത്ത് സംസാരിക്കേണ്ടി വരും. പിന്നെ എന്റെ വില അവിടെ കളയേണ്ടി വരും. അതുകൊണ്ട് ബ്ലോക്ക് ആക്കി. വില പോട്ട് പുല്ല്, എന്ത് വില? നമ്മളെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് പറയുക. അതിനകത്ത് ഒരു വിലയും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. എനിക്ക് തായോ എന്ന് പറഞ്ഞ് വരുന്നവർക്ക് കൊടുത്തു വിടുക. അതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് യാതൊരു പ്രശ്നമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആക്ഷനും റിയാക്ഷനും. അർജുൻ ചെയ്തത് ആക്ഷൻ, ഇദ്ദേഹം ചെയ്തത് റിയാക്ഷൻ. ബേസിക്കലി ഈ ഗിവ് അവേ എന്ന് പറയുന്നൊരു മോശം പ്രക്രിയയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ കറക്റ്റ് ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്ക്, ഇപ്പോൾ വാഹനം എടുക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്ക് വാഹനം എടുക്കാനൊരു നിവൃത്തിയില്ലെങ്കിൽ അയാൾക്കൊരു വാഹനം കിട്ടുന്നത് നല്ല കാര്യമല്ലേ? ഈ പുള്ളി 5 പൈസ മേടിക്കാതെ, 5 പൈസ ഒരാളെ നിന്നും പോയി മേടിക്കാതെ, നിങ്ങൾ ഉപയോഗിക്കുന്ന നെറ്റിൽ നിന്ന് 2-3 പേരെ ഫോളോ ചെയ്തിട്ട് 2-3 കമൻറ്റ് ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് ഈ സാധനം തരുന്നത്. ചില ആൾക്കാർ അറിയാമല്ലോ, 10,000 രൂപയ്ക്ക് ബജീറോ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ടൈപ്പ് പണിയല്ല പുള്ളി ചെയ്യുന്നത്. ഞാൻ പുള്ളിയെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അർജു ഇത് ചെയ്തത് ഒരു കണ്ടന്റ് എന്ന നിലവാരത്തിൽ മാത്രമാണ്. പുള്ളിക്ക് ട്രോളാൻ ഒരാൾ. പക്ഷേ ഈ ഇൻഫ്ലുവൻസേഴ്സിനെയാണ് അർജു ട്രോൾ ചെയ്തത്. ഇൻഫ്ലുവൻസേഴ്സിനെ ട്രോളുമ്പോൾ നമുക്കതിനുള്ള അർഹതയുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഇതിപ്പോൾ നാളെ എനിക്കിട്ട് പാമ്പായിട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു. നമുക്കേതായാലും ഈ ഇൻഫ്ലുവൻസേഴ്സ് മോശം സാധനം പ്രൊമോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ആരെയാ? എസ് അഭിജിത്തിൻ്റെ പേജ് വന്നൊരു സാധനം നമുക്ക് കാണാം. യൂട്യൂബർ അർജു ചെയ്യുന്നു. ഞാൻ ഒരു രൂപ കൊണ്ട് സൂപ്പിയിൽ എന്നോട് സ്വന്തം ഗെയിമായി ലുഡോ കളിച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കി നോക്കും. അർജു പലതരം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അതും ഇതുപോലെ പച്ച കള്ളങ്ങൾ പറഞ്ഞിട്ട്. ഈ വീഡിയോയിൽ പ്രൊമോട്ട് ചെയ്യുന്നത് മൈ 11 സർക്കിൾ ആണ്. ഒരു ഫാന്റസി ആപ്പ് ആണെങ്കിൽ കൂടെ ഇതൊരു ബോർഡർ ലൈൻ ഗാംബ്ലിംഗ് ആണ്. ഈ വീഡിയോയിൽ പ്രൊമോട്ട് ചെയ്യുന്നത് ബൈനോമോ ആണ്. ഇതൊരു തട്ടിപ്പ് ട്രേഡിംഗ് ആപ്പാണ്. ബൈനോമോ, ഒക്ടോഎഫ്എക്സ്, എക്സ്നസ് എന്ന പേരിൽ പലതരം തട്ടിപ്പ് ട്രേഡിംഗ് ആപ്പുകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുപോലത്തെ തട്ടിപ്പ് ആപ്പുകളിൽ ചെന്ന് ട്രേഡ് ചെയ്ത് അതിൽ കൊണ്ട് പൈസ കളയരുത് എന്ന് സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്ററായ സെബി പലതവണ പബ്ലിക്കിനെ അറിയിച്ചിട്ടുള്ളതാണ്. ഈ വീഡിയോകളിൽ പ്രൊമോട്ട് ചെയ്യുന്നത് പ്രോബോ ആണ്. ബേസിക്കലി ബെറ്റിംഗ് തന്നെയാണ്. കുറച്ച് ലൂപ്പ് ഹോളുകൾ വെച്ച് ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരുന്നു. അർജുന്റെ വീഡിയോകളിൽ മൊത്തം ഇപ്പോൾ ഇതുപോലത്തെ പ്രൊമോഷനുകൾ മാത്രമാണ്. അർജുന്റെ ഈ വീഡിയോയുടെ ടൈറ്റിൽ കൺവിൻസിംഗ് സ്റ്റാർ റിയാക്ഷൻ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ പച്ച കള്ളം പറഞ്ഞ് ഇതുപോലത്തെ ഉടായ്പ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന നിങ്ങളല്ലേ ശരിക്കും കൺവിൻസിംഗ് സ്റ്റാർ മിസ്റ്റർ അർജുൻ സുന്ദരേശൻ? ഓഫ് കോഴ്സ്, അതിൽ സംശയിക്കാനുണ്ടോ? അതായത് ഞാൻ പലരെയും പറ്റിക്കും, ഞാൻ പലതരത്തിലുള്ള ഉടായ്പും ചെയ്യും. പക്ഷേ ആരെങ്കിലും ചെയ്യുന്ന കാര്യം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ട്രോളും. ആ സാധനമാണ് അർജു ഇവിടെ ചെയ്തതും അർജു ഏറി കയറി പോകാൻ സാധ്യതയുള്ളത്. ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്താൻ. നിങ്ങൾ അർജുൻ്റെ ഭാഗത്താണോ? അർജുൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ വൃത്തിയോട്ട സാമാന്യം പ്രൊമോട്ട് ചെയ്യുന്നതല്ല, ഈ ആൾക്കാരെ ട്രോൾ ചെയ്തൊരു ഫണ്ടുണ്ടാക്കുന്നതിലാണോ, അതോ നിങ്ങൾ ഈ ജോജി തമ്പി, പുള്ളിയുടെ പേര് എനിക്ക് കിട്ടുന്നില്ല, പുള്ളിയുടെ ഭാഗത്താണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. കാരണം പുള്ളി ചെയ്യുന്ന ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊരു ലോട്ടറി എടുക്കണമെങ്കിൽ പോലും 40 രൂപ കൊടുക്കണം. പക്ഷേ ഇതിനകത്ത് 2-3 കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ മതി, ഒരു സീനുമില്ല. പക്ഷേ ഒരുപാട് സ്പാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പിടിച്ച് എല്ലാവരും ബ്ലോക്ക് ചെയ്ത് വെക്കും കേട്ടോ. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് പറയുക. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റുകളെ രേഖപ്പെടുത്തുക. അർജു, ഇതിനുള്ള അർഹത ഇല്ല കേട്ടോ. നമ്മൾ ഈ ഗെയിമിലില്ല, പുറത്ത് ഗാലറി ഇരുന്ന് കളി കണ്ടാൽ മതി. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്താൻ. മറ്റൊരു വീഡിയോ ആയിട്ടാണ് വരാം. ബൈ.